ബഹുമാനപ്പെട്ട നാട്ടുകാരെ, ഇവിടെ പോത്തുണ്ടിയിലാണിപ്പോൾ. അവിടെ ഹിന്ദിക്കാരാണ് ഇവിടെ ഇതായിരിക്കുന്നത്. അവർക്ക് നടിയൽ തിരക്കാണിപ്പോൾ. ഹിന്ദിക്കാരാണ് പണിയുന്നത്. സംഗതി ഈ വെള്ളത്തിൻ്റെ ഒരു ടൈറ്റും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കനാൽ വെള്ളം തുറക്കാൻ പോകണം, പോത്തുണ്ടി ഡാമിലെ വെള്ളം. അപ്പോൾ ജനങ്ങൾ കൃഷിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പോൾ മഴയൊക്കെ ഇതായിട്ടുണ്ട്. സപ്ലൈക്കോ നെല്ല് അളക്കാൻ തുടങ്ങിയിട്ടില്ല എന്നും പറയുന്നുണ്ട്, തുടങ്ങിയെന്നും പറയുന്നുണ്ട്. സപ്ലൈക്കോയുടെ നെല്ല് അളന്ന് കൃഷിക്കാർക്ക് യഥാസമയത്ത് പൈസ കൊടുത്താൽ മാത്രമേ കൃഷിക്ക് ആവശ്യത്തിനുള്ള പൈസ കിട്ടുള്ളൂ. ഇപ്പോൾ ഒക്കെ കട കൊടുത്തിട്ടും സ്വർണം പണയം വെച്ചിട്ടാണ് കൃഷി ഇറക്കുന്നത്. അപ്പോൾ സമയത്ത് സർക്കാരുകളൊക്കെ പിന്നെ ഈ നെല്ലളന്നവൻ്റെ പൈസ കൊടുക്കുക, നെല്ല് അളക്കുക, അത് കയറ്റിപ്പോവാൻ. കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്തിൽ നമ്മുടെ ഈ മകരമാസം കുംഭം മീനമാസത്തിൽ കിട്ടുന്ന നെല്ലൊന്നും ഒന്നാം പഞ്ചി കിട്ടിയില്ല. കാരണം 2 പ്രാവശ്യം ഞാറുവാകുകയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 പ്രാവശ്യമൊക്കെ ഞാറുവാകേണ്ടി വന്നു. ആ സമയത്ത് ഏപ്രിൽ മാസം മുതൽ 7 മാസം വരെ മഴയാണ്, ശക്തമായ മഴയാണ്. ഈ മഴ കാരണം സമയത്തൊന്നും കൃഷി ഇറക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇറക്കിയ കൃഷിയൊക്കെ പോവുകയും ചെയ്തു. ഒന്നാം പഞ്ചയ്ക്ക് ഇട്ട കാശ് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് കൃഷിക്കാരുടെ അഭിപ്രായം കൃഷിക്കാർ പറയണത്. പൈസ ഇറക്കിയ കാശ് പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാം പഞ്ചയ്ക്ക് ആണ് ഇനി പ്രതീക്ഷ. അപ്പോൾ അത് സർക്കാർ നെല്ലളന്നതിൻ്റെ പൈസ കൊടുത്ത് സംരക്ഷിച്ചാൽ മാത്രമേ, വളവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ ഇവിടെ കൃഷി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു. പരിപാടി കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക. വോയിസ് ഓഫ് ശങ്കരനാരായണൻ ആറാണ് ഇത്. ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കമൻ്റ് ഉണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക.